ബി.ജെ.പിയുടെ കേരളത്തിലെ ഊർജ്ജസ്വലമായ ഒരു മുഖമായിരുന്നു സന്ദീപ് വാര്യർ. അദ്ദേഹം ഇന്ന് കോൺഗ്രസിൽ ചേർന്നു. സന്ദീപിനെ കോൺഗ്രസിൽ എത്തിക്കാനായത് ആ പാർട്ടി നടത്തിയ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നോ സർജിക്കൽ സ്ട്രൈക്ക് എന്നോ വിശേഷിപ്പിക്കണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്ന പി സരീൻ, അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് മത്സരിച്ചതാണ്. അദ്ദേഹം പാർട്ടി വിട്ട് CPM-ൽ പോയതും അവിടെ സ്ഥാനാർത്ഥിയായതും കോൺഗ്രസിനേറ്റ വലിയൊരു ഷോക്കായിരുന്നു. ഇപ്പോഴിതാ ബദലുക്ക് ബദൽ എന്ന നിലയിൽ പാലക്കാട്ടെ മത്സരം UDF-ഉം തങ്ങളും തമ്മിലാണെന്ന് പറയുന്ന BJP-യിൽ നിന്ന് ഒരു പ്രമുഖ നേതാവിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപിനെ നോക്കി വച്ചിരുന്നത് CPM-ആണ്. അദ്ദേഹം പാർട്ടി വിടും എന്ന് മനസ്സിലായപ്പോൾ CPM-ലേക്ക് കൊണ്ടുവരാൻ ആ പാർട്ടി ആവുന്നത് ശ്രമിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംഘപരിവാരം സംബന്ധിച്ച കറകളൊക്കെ കഴുകിക്കളഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ആ സന്ദീപിനെയാണ് ഇപ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്നത് എന്നത് അവർക്കൊരു നേട്ടമാവുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗിലേക്ക് പോകാൻ 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന നിമിഷത്തിലെ ഈ ട്വിസ്റ്റ്, സന്ദീപിൻ്റെ വരവ് എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ അത് UDF-ന് ഗുണകരമാകുമോ? അതിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട്ടെ BJP വോട്ടുകളിൽ ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്താൻ കഴിയുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് വളരെയേറെ വോട്ടുകൾ ചോർത്തിയെടുക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില പ്രത്യേക കാരണങ്ങളാലൊക്കെ കൊണ്ടുതന്നെ BJP വോട്ടുകളിലെ ഒരു നിർണായക സ്വാധീനം ചെലുത്തുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സന്ദീപിൻ്റെ വരവ് കോൺഗ്രസിന് മറ്റു ചില കാര്യങ്ങളിൽ ഗുണകരമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലേക്കുള്ള വരവിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് പി സരീൻ പാർട്ടി വിട്ടു പോയതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു, അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. അവർ വിജയിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ നേരത്തെ തന്നെ. അപ്പോൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിയുമെന്നുള്ളൊരു ധാരണയും ചിന്തയും വിശ്വാസവും പ്രതീക്ഷയുമാണ് കോൺഗ്രസിലെ നേതാക്കൾ ഇപ്പോൾ പുലർത്തുന്നത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനുമായി അകന്ന സന്ദീപ് വാര്യർ പാർട്ടി വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അദ്ദേഹം പാലക്കാട് പ്രചാരണത്തിന് പോവില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി. അതിൽ ഏറ്റവും അവസാനം ഉണ്ടായത് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയുടെ പ്രചാരണ കൺവെൻഷൻ്റെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പരിഗണന ലഭിച്ചില്ല. അദ്ദേഹത്തെ വേദിയിൽ ഇരുത്താൻ പോലും പാർട്ടി തയ്യാറായില്ല. അതായിരുന്നു ഏറ്റവും അവസാനത്തെ ഒരു സംഭവം. അതിനു മുമ്പ് BJP-യുമായി അകലുന്നതിന് അദ്ദേഹത്തിന് ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. സുരേന്ദ്രനുമായുള്ള അകൽച്ച തന്നെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ എന്തായാലും അദ്ദേഹം BJP വിടും എന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ CPM-ലേക്ക് കൊണ്ടുവന്നതിന് ആ പാർട്ടി വലിയ തോതിൽ ശ്രമം നടത്തിയതാണ്. MP ഗോവിന്ദനും AK ബാലനും അദ്ദേഹത്തെ പ്രശംസാ വാക്കുകൾ കൊണ്ട് മൂടി. ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തിത്വമാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സന്ദീപ് വാര്യരെ കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു CPM എന്നുള്ളത്. പക്ഷേ അദ്ദേഹം CPM-ൽ പോകാതെ കോൺഗ്രസിൽ ചേക്കേറിയപ്പോൾ മന്ത്രി കൂടിയ MP രാജേഷ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കാളിയനെ കോൺഗ്രസ് കഴുത്തിൽ ചുറ്റിക്കോട്ടെ എന്ന്. എത്ര പെട്ടെന്നാണ് സന്ദീപിനെ കുറിച്ചുള്ള CPM-ൻ്റെ അഭിപ്രായം മാറുന്നത് എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ സന്ദീപിനെ നേരത്തെ CPM കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയിരുന്നത് കൊണ്ട് തന്നെ ഇനി രാജേഷിൽ ആര് പറഞ്ഞാലും BJP-യിൽ നിന്നൊരു നേതാവ് കോൺഗ്രസിൽ എത്തുന്നതിൻ്റെ പേരിൽ കോൺഗ്രസിനെ ഏറെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വർഗീയ കക്ഷികളുമായിട്ട് രമ്യപ്പെടുന്ന ഒരു പാർട്ടിയാണെന്ന് കോൺഗ്രസിനെ ആക്ഷേപിക്കാനോ CPM-ന് സാധിക്കില്ല. CPI-ക്കും നിശബ്ദത പാലിക്കേണ്ടി വരും. കാരണം CPI-യും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ്. CPM-ലെ ചില നേതാക്കളുമായിട്ട് സന്ദീപ് ചർച്ചകൾ നടത്തിയെന്ന് പോലും വാർത്തകളുണ്ടായിരുന്നു.
കുറച്ച് ദിവസങ്ങളായിട്ട് അണിയറയിൽ നടന്ന ചർച്ചകളുടെ ഫലമായിട്ട് കൂടിയാലോചനകളുടെ അവസാനമെന്ന നിലയിലാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. അതിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് MP ബെന്നി ബെഹനാൻ മുതലായവരാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VD സതീശൻ തന്നെയാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചത്. അതുപോലെ കേരളത്തിൻ്റെ ചുമതലയുടെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ അനുഗ്രഹവും ഇവർക്ക് അല്ലെങ്കിൽ പിന്തുണയും ഇവർക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ നീക്കം വളരെ രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും അവസാനം 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ, നേരത്തെ ഉപയോഗിച്ചൊരു വാക്ക് വീണ്ടും പറയട്ടെ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന കണക്കെ ഒരു വലിയ ട്വിസ്റ്റ് മത്സര രംഗത്ത് കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന് സാധിച്ചു. അതാണ് അവരുടെ ഈ കച്ചവടത്തിലുള്ള ലാഭം. സന്ദീപുമായിട്ട് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാം. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. സന്ദീപ് വാര്യരെ പോലൊരാളെ ഈ നിർണായക നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രയോജനം ഉണ്ടാക്കുന്ന ഈ പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയ സാഹചര്യത്തിൽ ഒഴിവ് വരുന്ന ഒറ്റപ്പാലം നിയോജക മണ്ഡലം, അസംബ്ലി നിയോജക മണ്ഡലം അടുത്ത തിരഞ്ഞെടുപ്പിൽ സന്ദീപിന് നൽകും. പാർട്ടിയിൽ ചില പദവികൾ അദ്ദേഹത്തിന് ഉണ്ടാവും എന്നൊക്കെ ഇപ്പോൾ പിന്നാമ്പുറങ്ങളിൽ സംസാരങ്ങളുണ്ട്. എന്തായാലും എന്തെങ്കിലും ചില ധാരണകൾ സന്ദീപുമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലും അതിൻ്റെ ഫലമായിട്ടുമായിരിക്കുമല്ലോ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത്. അതെന്താണെന്നുള്ളത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വെളിപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ, സന്ദീപ് വരുന്നതുകൊണ്ട് കോൺഗ്രസിന് ചില പ്രത്യേക പ്രയോജനങ്ങളുണ്ടെന്ന്. അതിലൊന്ന്, സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് നേതാക്കൾ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ പാർട്ടി വിട്ടു പോയിട്ട് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി. അതുപോലെ പത്മജ വേണുഗോപാൽ, കരുണാകരൻ്റെ മകൾ, K മുരളീധരൻ്റെ സഹോദരി, അവർ കോൺഗ്രസ് വിട്ട് BJP-യിൽ പോയി. എന്തൊക്കെ പദവികൾ കിട്ടുമെന്നൊക്കെ കേട്ടിരുന്നു. ഇവിടെ ഗവർണറാകുമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ഇതുവരെ ആയിട്ടില്ല. ഒന്നും ആവില്ല എന്ന് പറയുന്നുമില്ല. അവരെ BJP കണ്ടമാനം എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നതാണ്. കരുണാകരൻ്റെ മകളാണല്ലോ. അതുപോലെ തന്നെ PSCയുടെ ചെയർമാനായിരുന്ന KS രാധാകൃഷ്ണൻ കോൺഗ്രസുമായിട്ട് അടുത്ത് നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹം BJP-യിലേക്ക് പോയി. CPM-ൽ നിന്ന് കോൺഗ്രസിൽ വന്ന AP അബ്ദുള്ള കുട്ടി ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ ഈ BJP-യിലേക്ക് പോകുന്നവരാ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചോർച്ച കോൺഗ്രസിൽ നിന്ന് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് സന്ദീപിനെ പോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് കോൺഗ്രസിലേക്ക് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയോജനകരമായ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ SDPI അത്യാവശ്യം പാലക്കാട് വോട്ടുള്ള ഒരു സംവിധാനമാണ്. അവർ കോൺഗ്രസിന് പിന്തുണ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ചോദിച്ചിട്ടല്ല. കോൺഗ്രസുമാരുമായിട്ട് യാതൊരു ധാരണയുമില്ല, അടുപ്പവുമില്ല. കുറച്ചെങ്കിലും ബാന്ധവം ഉണ്ടായിരുന്ന CPM-നാണ്. അവർ ഇത്തവണ UDF-ന് വോട്ട് ചെയ്യാൻ അവരുടെ അണികളോട് നിർദ്ദേശിച്ചിരിക്കുക. ഇന്നലെ മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥന നടക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ BJP-യും LDF-ഉം കോൺഗ്രസിനെ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയിൽ നിന്ന് ഒരു പ്രമുഖ നേതാവ് കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളത് ആ ആരോപണത്തിൻ്റെ SDPI-യുമായുള്ള ബന്ധം എന്ന ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. മറ്റൊന്ന്, CPM-ൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടാവാനിടയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാജേഷ് കാളിയൻ പ്രയോഗവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ അതിനു മുമ്പ് MP ഗോവിന്ദനും മറ്റും പറഞ്ഞെന്താ, അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു നേതാവാണെന്നാണ്. അപ്പോൾ അങ്ങനെ പാർട്ടി നേരത്തെ വിശേഷിപ്പിച്ച ഒരാൾ ഇപ്പോൾ കോൺഗ്രസിൽ ചേരുമ്പോൾ മാത്രം മോശക്കാരനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞേക്കാം, രാജേഷും കൂട്ടരൊക്കെ പറയും. ചിലപ്പോൾ MP ഗോവിന്ദനും AK ബാലനും വാക്ക് മാറ്റി പറഞ്ഞേക്കാം. പക്ഷേ CPM അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്ന വസ്തുത ഇല്ലായിരുന്നുവെങ്കിൽ ആ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കിട്ടുന്ന പ്രാധാന്യവും അതിനുണ്ടാകാവുന്ന മൂർച്ചയും മറ്റൊന്നാവുമായിരുന്നു. ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്.
പിന്നെ കോൺഗ്രസും BJPയുമായിട്ട് ഡീലുണ്ട് എന്ന LDFന്റെ വലിയൊരു പ്രചാരണമാണ്. വടകരയിലെ ഷാഫി പറമ്പിലിനെ സഹായിച്ചതിൻ്റെ പേരിൽ പാലക്കാട് BJP സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സഹായിക്കും. അതായിരുന്നു ഈ ഡീൽ ആരോപണത്തിൻ്റെ പിന്നിൽ. മറിച്ചും ഡീൽ ആരോപണമുണ്ട്. CPMും BJPയുമായിട്ടുള്ള ഡീല്. അതായത് തൃശ്ശൂരിൻ്റെ തുടർച്ചയായിട്ട് പല പല കേസുകൾ, ലാവ്ലിനടക്കം കേസുകളിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാടിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഡീലിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസും BJPയുമായിട്ടുള്ള ഡീൽ ആ ആരോപണം LDF ശക്തമായിട്ട് വയ്ക്കുമ്പോൾ BJPയിൽ നിന്ന് ഒരു പ്രമുഖ നേതാവിനെ കോൺഗ്രസ് എടുത്തിരിക്കുക. കോൺഗ്രസും BJPയുമായിട്ട് എന്തെങ്കിലും ധാരണ, പാലക്കാടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കരാറ് അല്ലെങ്കിൽ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അവരൊരിക്കലും BJPക്ക് ദോഷം വരുന്ന തരത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ ഈ ഡീൽ ആരോപണത്തിൻ്റെ മുനയൊടിക്കുന്നതിനും ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലെ സാന്നിധ്യം അവരെ വലിയ തോതിൽ തന്നെ സഹായിക്കും. ഈ ഡീലിനെ പറ്റി CPM അല്ലെങ്കിൽ LDF പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിൽ തന്നെ ഇന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ BJPയും LDFും തമ്മിലുള്ള ചില ഡീൽസിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം കരുവന്നൂർ പറയുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, കോടാനുകോടികളുടെ തട്ടിപ്പ്, അതിൽ വളരെ ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് സന്ദീപ് വാര്യരും മറ്റും ആവശ്യപ്പെട്ടിട്ടും BJP അതിന് തയ്യാറായില്ല എന്ന് പറയുന്നു. അങ്ങനെ ധാരാളം ഡീൽസിനെ പറ്റി BJP നേതാവായ ശ്രീനിവാസന്റെ കൊലപാതകം BJPയുടെ ബലിദാനിയ. ആ കേസിൽ 17 പ്രതികൾ UAPA അനുസരിച്ചിട്ട് അറസ്റ്റിലായതാണ്. പക്ഷെ അവർക്ക് ജാമ്യം കിട്ടുന്നത് എങ്ങനെയെന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ കേസിൽ സമർത്ഥരായ അഭിഭാഷകരെ BJP വെച്ചില്ല എന്ന് ചോദിക്കുന്നു. സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ K. സുരേന്ദ്രൻ പറഞ്ഞത് ബലിദാനികളെ ഒറ്റുകൊടുത്തു എന്നാണ്. അതിന് സന്ദീപ് പറയുന്നത് ഞാനല്ല ഒറ്റുകൊടുത്തത്. ശ്രീനിവാസിൻ്റെ കേസിലും കരുവന്നൂരുള്ള സംഭവവികാസങ്ങളിലും മറ്റ് പല പല സന്ദർഭങ്ങളിലും BJP എന്ന പാർട്ടിയെയും ബലിദാനികളെയും ഒറ്റുകൊടുത്തത് BJPയുടെ നേതൃത്വമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കോൺഗ്രസിനെതിരെ വരുന്ന ഈ ഡീൽ ആരോപണം BJPയുടെ നേതാവായ സന്ദീപ് വാര്യർ തന്നെ മറുദിശയിലേക്ക് എയ്യുകയാണ്. സന്ദീപ് പറയുന്നത് താന് BJP വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം K. സുരേന്ദ്രനാണെന്നാണ്. അദ്ദേഹം പറയുന്നത് ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും കിട്ടേണ്ട സ്നേഹം, കരുതൽ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലൊന്നും സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ നിന്നുണ്ടായില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം അത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ചേർത്ത് പറയുന്നുമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് BJP എന്ന് പറയുന്ന പാർട്ടി വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണെന്നാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചതാണ് എൻ്റെ സന്തോഷം. ഞാനിപ്പോൾ കോൺഗ്രസ് ഒരുക്കുന്ന സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ഇന്ത്യ എന്ന ആശയം കോൺഗ്രസിൻ്റെ ആശയമാണ്. ഇതുവരെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ലാത്ത വളരെ രസകരമായ ഒരു വാചകം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെയും DNA-യിൽ കോൺഗ്രസിൻ്റെ ആശയം ഉണ്ട് എന്ന്. അപ്പോൾ ആ ഒരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ചില കാര്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം BJPയോട് വിട പറയുന്നത്, കോൺഗ്രസിനെ ആശ്ലേഷിക്കുന്നത്. സന്ദീപിൻ്റെ വരവ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് അതൊരു പ്രധാന ഘടകമായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചില പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. കോൺഗ്രസിനെ ആദ്യം നിശ്ചിതമായി വിമർശിച്ച ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ വരെ വാക്കുകൾ കൊണ്ട് വലിച്ചു കീറിയിട്ടുണ്ട്. സരിൻ കോൺഗ്രസ് വിട്ട് CPMലേക്ക് പോയപ്പോൾ ശബ്ദധാരാവലിയിൽ ഉപയോഗിക്കാവുന്ന എല്ലാ വാക്കുകളും ഉപയോഗിച്ച് പറ്റിയ എല്ലാ വാക്കുകളും പ്രയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി സരിനെ വിമർശിച്ചത്. ഒറ്റുകാരൻ, വഞ്ചകൻ,
അധികാരമോഹി, രാഷ്ട്രീയ വിക്ഷാന്തേകി എന്നൊക്കെയുള്ള എല്ലാ പദപ്രയോഗങ്ങളും ഉണ്ടായി. അതൊക്കെ ശരിയാണ് താൻ, യാതൊരു സംശയമില്ല. സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേര് അവസാന നിമിഷം സ്വന്തം പാർട്ടിയെ കൈവിട്ടു പോകുന്നവരെ അങ്ങനെ പറയുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ BJP പോലൊരു പാർട്ടിയിൽ നിന്ന് ഒരാളെ സ്വീകരിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സന്ദീപ് ഇപ്പോൾ വന്നത് ഇവിടെ സ്ഥാനാർത്ഥിയാവാനല്ല, സരിൻ പോയതുപോലെയല്ല. സരിൻ്റെ ലക്ഷ്യം സ്ഥാനാർത്ഥിത്വമായിരുന്നു, ഒരു പദവിയായിരുന്നു, ഒരു അവസരമായിരുന്നു, മത്സരിക്കാനൊരവസരം. സന്ദീപിൻ്റെ കാര്യത്തിൽ അതല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഷാബി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു ബൈറ്റ് അത് കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ ഒരു ആള് അല്ലെങ്കിൽ സന്ദീപ് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളതല്ല, മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മതപരമായ സ്പർദ്ധകളുടെയും ഒക്കെ ഒരു പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ആശയങ്ങളെ, പ്രത്യയശാസ്ത്രത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു പാർട്ടി മാറ്റമല്ല ഇത്. സന്ദീപ് വാര്യർ തൻ്റെ പഴയ രാഷ്ട്രീയ ആദർശങ്ങൾ മാറ്റിവെച്ചിട്ട് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തെ സ്വീകരിക്കുന്നു. അതാണ് സരിൻ്റെ കാലുമാറ്റവും സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവും തമ്മിലുള്ള വ്യത്യാസമെന്നാണ് ഷാഫി പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായേക്കാം. പക്ഷേ ഇത് സംസാരിക്കാൻ കൂടുതൽ സമയമില്ല. വോട്ടിങ്ങിന് ഇനി 3 ദിവസമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂറുമാറ്റത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യാനൊന്നും സമയമില്ല. ഇവിടെ ഇപ്പോൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ നോക്കുന്നത്, സന്ദീപിൻ്റെ വരവ് എങ്ങനെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായിക്കും എന്നുള്ളതാണ്. ഇതുകൊണ്ടൊക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മാനങ്ങൾ വളരെ വലുതാവുകയാണ്. തുടക്കത്തിൽ P. സരീൻ്റെ സ്ഥാനാർത്ഥിത്വം, കോൺഗ്രസ് വിട്ട് CPM സ്ഥാനാർത്ഥിയായത്, അതിനുശേഷം പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മഹിളാ നേതാക്കളുടെ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ മുറി അടക്കം പാതിരാത്രിക്ക് ശേഷം വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് പോലീസ് റെയ്ഡ് നടത്തിയത്, പിന്നിപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ്, ഇതെല്ലാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വർദ്ധിപ്പിക്കുന്നുണ്ട്.